സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തിയിൽ ഈ ശുശ്രൂഷ സമയത്ത് പ്രവർത്തിക്കും. ഈ വ്യക്തി ഒരുപക്ഷെ വലിയ തകർന്ന അവസ്ഥയിലായിരിക്കും, പുറത്ത് പറയാൻ പറ്റാത്ത വണ്ണം വലിയ കരച്ചിലായിരിക്കും, വലിയ ഭാരത്തിലായിരിക്കും, ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കും. പക്ഷെ നീ വിശ്വസിക്കുക, ഇപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കും. അങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഉൽപ്പത്തിയുടെ പുസ്തകം ബൈബിളും തുറന്നേ, ബുക്ക് ഓഫ് ജെനസിസ് അതിൻ്റെ 21-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. നമ്മളവിടെ കാണുന്നത് ഹാഗാറിനെ കുറിച്ചൊരു വചനഭാഗമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 16, 17 തിരുവചനങ്ങളൊന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 16 and 17. കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. 17-ാം തിരുവചനം. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയുന്നു, കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു എന്ന് പറഞ്ഞാൽ ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിതത്തിൽ അങ്ങേയറ്റം ഒറ്റപ്പെട്ട് മരുഭൂമിയിൽ, വിൽഡർനെസ്, ആരും സഹായിക്കാനില്ലാതെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ, ജീവിതത്തിൽ ഇനി മരണം മാത്രം മുമ്പിലെന്ന് ചിന്തിച്ചുകൊണ്ട് കഴിയുമ്പോൾ അവരവിടെ കിടന്ന് കരഞ്ഞത് സ്വർഗത്തിലെ ദൈവം കേട്ടു എന്ന് മാത്രമല്ല, കൃത്യമായി അവരുടെ ജീവിതത്തെ ദൈവം അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നത് വചനഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ആരും സഹായിക്കാനില്ല, അങ്ങനെയൊക്കെ ചില സമയത്ത് വരും. ആരും സഹായിക്കാനില്ല. ചിലർക്കൊക്കെ തോന്നും, എന്നെ ഇയാൾ സഹായിക്കും, അന്നാര് സഹായിക്കും, അങ്ങനെയാണ് എൻ്റെ കുടുംബം, അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ വിദേശത്തുള്ളവരുണ്ട്, അങ്ങനെ ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഒരാവശ്യം വരുമ്പോൾ കാണാം ഒറ്റ ഒരുത്തനും കൂടെ ഇല്ലാതെ നീ ഇങ്ങനെ ഹാഗാർ നിലവിളിച്ചതുപോലെ നിലവിളിക്കും. വചനം പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയാവോ? ദൈവം കുട്ടിയുടെ കരച്ചിൽ കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇതാ ഇടപെടുകയാണ്. ഹാഗാർ, നീ വിഷമിക്കേണ്ട. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുന്ന നീ ഒരു ഹാഗാറാണ്. നിന്നോടാണ് ദൈവം പറയുന്നത്, നീ വിഷമിക്കേണ്ട, നിന്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് നിനക്കൊരു ഉത്തരം ലഭിക്കും. പറ ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കണം, ഇത് ജീവിതത്തിൽ ഏറ്റെടുക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ വായിച്ചിട്ട് പോകാനല്ലെന്ന്, മറിച്ച് വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഹാഗാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ പഠിപ്പിക്കുന്നു, നീ വിഷമിക്കേണ്ട, നീ വിഷമിക്കേണ്ട. നിന്റെ പ്രാർത്ഥന സ്വർഗം തുളയ്ക്കുന്ന പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? കരയുന്ന പ്രാർത്ഥന. ഹല്ലേലൂയാ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, നിന്റെ കരച്ചില് ദൈവം കണ്ടിരിക്കുന്നു, നിന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. പലതകരം ഉയർത്തിപ്പറ, എന്റെ കണ്ണുനീര് ദൈവം കണ്ടിരിക്കുന്നു, എന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമുണ്ട്. ആമേൻ, ആമേൻ. ബൈബിൾ തുറന്നേ. ഉൽപ്പത്തി പുസ്തകം നമ്മുടെ മുമ്പിൽ കൃത്യമായി പഠിപ്പിക്കുന്ന 45-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 45. ഉൽപ്പത്തി പുസ്തകം 45-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ജോസഫിനെ കുറിച്ചാണ്. ജോസഫ്
ജോസഫ്. ഒന്ന് വചനം വായിച്ചേ, 45-ാം അധ്യായം 1-ാം തിരുവചനം വായിച്ചേ. തന്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുൻപിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്കെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാണ്? പഴയ നിയമത്തിലെ ജോസഫ്. ജീവിതത്തിൽ സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങളിൽ നിന്നാണ് ഈ ജോസഫ് അനുഭവിച്ചത്. ചുറ്റുവട്ടത്തുള്ളവരിൽ നിന്നല്ല, സ്വന്തം വീട്ടിൽ നിന്നാണ് അനുഭവിച്ചത്. സ്വന്തം വീട്ടിൽ നിന്ന്. ഇത് ഞാൻ പറയുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന്, അയൽവാസികളായിരുന്നെങ്കിൽ പിന്നെയും കൈകാര്യം ചെയ്യായിരുന്നു. സ്വന്തം വീട്ടിൽ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ചില സഹന വഴികളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി വിശുദ്ധ ഗ്രന്ഥം ഇന്ന് ജോസഫിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയുക. ജോസഫ് ചെയ്ത പ്രവൃത്തി എന്താ? ജോസഫ് അവരുടെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. തമ്പുരാന്റെ മുമ്പിലുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയായിരുന്നു ജോസഫിന്റെ കരച്ചില്. ആ കരച്ചിലിന്റെ ഉത്തരമെന്ന വണ്ണം ജോസഫ് തന്നെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. 8-ാം വചനം ഒന്ന് വായിച്ചേ. 8-ാം വചനം. അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അവിടുന്ന് എന്നെ ഫറവോയ്ക്കും പിതാവും അവന്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫ് പറയുവാണ്, സഹോദരങ്ങളെ, എന്റെ കരച്ചിലിന് ഉത്തരം എന്താണെന്നറിയോ? എന്നെ ഇങ്ങോട്ടയച്ചത് നിങ്ങളല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സഹനത്തിന്റെ ഉത്തരമെന്ന വണ്ണം ജോസഫ് പറയാണ്, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം എന്നെ ഇങ്ങനെയൊക്കെ ഒരുക്കിയതാണെന്ന്, എന്നെ ഇങ്ങനെയൊക്കെ ഒരുക്കി മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ പറയണമെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞതിൻ്റെ വലിയൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ പറയാൻ പറ്റിയത്. പറഞ്ഞേ ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഇത്രമേൽ ഞാൻ സഹിക്കുന്നു എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ജോസഫ് പഠിപ്പിക്കുന്ന പാഠമാണ്, ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു, കരയുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കരച്ചിലൊരു പ്രാർത്ഥനയാണ്. നിന്റെ കരച്ചിലൊരു പ്രാർത്ഥനയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ കരച്ചിലൊരു പ്രാർത്ഥനയാണ്. അതേ, നിന്റെ കരച്ചിലൊരു പ്രാർത്ഥനയാണ്. ഇത് മനസ്സിലാക്കാൻ മറ്റൊരു വ്യക്തിയെ പഠിക്കാം. ജോബിന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 30 വേഴ്സ് 20. 30-ാം അധ്യായം 20-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ജോബിനെ കുറിച്ചാ വായിച്ചോ. ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, അങ്ങനെക്ക് ഉത്തരം നൽകുന്നില്ല. ജോബ് പറയുവാണ്, ദൈവമേ എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ അങ്ങയുടെ മുമ്പിൽ നിലവിളിക്കുന്നു, ഞാൻ എന്നാ ചെയ്യണ്ടേ? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടണില്ല. ദൈവമേ ഞാൻ അങ്ങയുടെ മുമ്പിൽ നിലവിളിക്കുന്നു. ജോബ് ചെയ്ത പ്രവൃത്തി എന്താ? ജോബ് ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് നിലവിളിച്ചു, കണ്ണുനീര് വാർത്ത് കരഞ്ഞു. അങ്ങനെ കണ്ണുനീർ വാർത്തത് കൊണ്ടാണ് ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10. 42-ാം അധ്യായം 10-ാം തിരുവചനം ഒന്ന് തുറന്ന് വായിച്ചേ. ജോബിനെ കുറിച്ച് ഒരു കുഞ്ഞു വചനം എഴുതിയിട്ടുണ്ട്, വായിച്ചോളൂ. ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. ഹല്ലേലൂയാ. അത് വെറുതെ തിരികെ കൊടുത്തതല്ല, ഒരു കുഞ്ഞു വചനം കൂടി എഴുതി. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. ഇരട്ടിയാക്കി എന്ന് പറഞ്ഞാൽ, ഇന്ന് നീ എന്തിനെ ഓർത്ത് കരയുന്നുവോ, തമ്പുരാന്റെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ നഷ്ടപ്പെട്ടത് ഇരട്ടിയാക്കി ദൈവം തരും. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇതങ്ങോട്ട് കണ്ണം പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ചോണം. നിങ്ങൾ ഇന്ന് വിഷമിക്കുന്ന ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയുടെ നടുവിൽ കണ്ണം പൂട്ടി വിശ്വസിച്ചോണം. യെസ്, എന്നെ ജോബ് പഠിപ്പിക്കുന്ന പാഠം, ഞാൻ എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയാക്കി നൽകും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ,
ആമേൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്ക്, ദൈവസന്നിധിയിൽ നീ കരഞ്ഞാൽ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് ഇരട്ടിയാക്കി കിട്ടും. പറഞ്ഞു കൊടുക്ക്. ആ, ഇരട്ടിയാക്കി ദൈവം തരും. ആരുടെ മുമ്പിൽ ഇരുന്ന് കരയണം? ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണമെന്ന്. അല്ലാതെ യൂട്യൂബിൻ്റെ മുമ്പിൽ, ഫേസ്ബുക്കിൻ്റെ, വാട്സപ്പിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? നീ കരയേണ്ടവൻ്റെ മുമ്പിൽ ഇരുന്ന് കരയണം. കരയേണ്ടവൻ്റെ മുമ്പിൽ ഇരുന്ന് കരയണം. പറഞ്ഞേ ആമേൻ, ആമേൻ. കേട്ടോ, ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കണം. വീട്ടിലുണ്ട് കുറേ എണ്ണങ്ങൾ, അതുങ്ങളോട് പറയണം. ആ ഫേസ്ബുക്കിൽ ഇരുന്ന് കരയുന്നുണ്ടാവും ഒരുത്തൻ, അപ്പുറത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് കരയുന്നുണ്ടാവും വേറെ ഒരുത്തി ഉണ്ടാവും, വേറെ ഒരെണ്ണം അപ്പുറത്തോട്ട് മാറി ബ്രേക്കപ്പ് ആയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടാവും, വേറെ ഒരെണ്ണം എപ്പുറത്ത് ഇരുന്നുകൊണ്ട് എന്നെ ചതിച്ചു എന്നും പറഞ്ഞിരിപ്പുണ്ടാവും, അപ്പുറത്തൊരുത്തൻ B2 തീർന്നു പോയി ഇനി ജർമ്മനിലോട്ട് എങ്ങനെ പോകുമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടാവും. ഉണ്ടെന്ന് വീട്ടിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ആ ഓരോന്നിനും വിളിച്ചിട്ട് പറയണേടാ മകനെ, നീ കരയേണ്ടത് ആരുടെ മുമ്പിലെന്നറിയോ? തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളും തുറന്നേ, എസ്രായുടെ പുസ്തകം, എസ്രായുടെ പുസ്തകത്തിൽ എസ്രായുടെ ഒരു കരച്ചിലുണ്ട്. 10-ാം അധ്യായം 1-ാം തിരുവചനം. 10-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ എസ്രായിരുന്ന് കരയുന്നത്, ദൈവമേ, ജീവിതത്തിലെ ദൈവജനത്തിന്റെ പാപങ്ങളോർത്ത് കരയുന്ന എസ്ര. ഇവിടെ ഇരിക്കുന്നവര് നിങ്ങളുടെ കുടുംബത്തിലെ ചിലരെ ഓർത്ത് കരയണം. ഹല്ലേലൂയാ. നിന്റെ വീട്ടിൽ ആരെങ്കിലും പള്ളി പോവാതെ, വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ, ദൈവവിചാരമില്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ മുതൽ അവരെ നീയൊന്നും നന്നായി ഏലടാ, നീയൊക്കെ നരകത്തിപ്പോ, ഇതല്ലേ പറയണത്? ആ പറച്ചിൽ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവരെ ഓർത്ത് കരയണം. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 1-ാം വചനം വായിച്ചാലോ? ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് കരയുകയും. യെസ്, കണ്ടോ എസ്ര കരഞ്ഞ കരച്ചിൽ കണ്ടോ? എങ്ങനെ കരഞ്ഞു? സോഫയിൽ ഇരുന്ന് മുകളിൽ കറങ്ങുന്ന ഫാനും കൊണ്ട് AC-യിൽ ഇരുന്ന് കരഞ്ഞെന്നല്ല, മറിച്ച് എസ്ര കരഞ്ഞത് ഒന്നും കൂടെ വായിച്ചേ. ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം തീഷ്ണതയിൽ കരഞ്ഞെന്നു. അങ്ങേയറ്റം തീഷ്ണതയിൽ കരഞ്ഞു. എങ്ങനെ കരഞ്ഞു? അങ്ങേയറ്റം തീഷ്ണത. അയാളുടെ നെഞ്ചിൻ്റെ അകത്ത് ആ വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് കരയും? ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിച്ചവരൊന്ന് കൈ പൊക്കിക്കുക. കല്യാണം കഴിച്ചവർ സംശയമാണോ? ഒക്കുകൈ കണ്ട, ഒട്ടുമുക്കാലും പേര് കല്യാണം കഴിച്ചവരാ. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചേച്ചി ഉറങ്ങാതെ, ഇത് കേട്ടിട്ട് ഉറങ്ങിക്കോ ചേച്ചി, ദേ കൂടെ നോക്കിക്കേ, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ കരഞ്ഞണം തമ്പുരാന്റെ മുമ്പിൽ. പിന്നെ ആര് കരയൂ? അല്ലെങ്കിൽ അപ്പുറത്തുള്ള റോസി വരുവോ കരയാൻ? ഇല്ലെന്ന്. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് കരയണം. ഭർത്താക്കന്മാരെ, ഭാര്യയ്ക്ക് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾ കരയണം. എന്ന് പറഞ്ഞാൽ കുടുംബ അംഗങ്ങൾക്ക് വേണ്ടി കരയാൻ, നിലപാടെടുക്കാൻ നമുക്കൊരു ദൗത്യം ദൈവം തന്നിരിക്കുന്നു. ഉച്ചത്തിൽ പറ ആമേൻ, ആമേൻ. നമ്മുടെ പൊതുവായ ശൈലി എന്ന് പറയുന്നത് കുറ്റം പറയുക, പിറുപിറുക്കുക, നിങ്ങളെപ്പോലെയുള്ള ഒരാളെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ നാശം, ഇങ്ങനെ പറയുന്നതാണ് നമ്മുടെ ഒരു ശൈലി. എന്നാൽ ഇന്ന് ദൈവവചനം പറയുന്നു, കുറ്റപ്പെടുത്തണ്ട, പിറുപിറുക്കണ്ട, മറിച്ച് തമ്പുരാന്റെ മുമ്പിലിരുന്ന് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എസ്രാ കരഞ്ഞതുപോലെ കരയണം. വലതുകര ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയുടെ പേര് പത്രോസ്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 75-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 26-ാം അധ്യായം അതിൻ്റെ 75-ാം തിരുവചനം. ഒരു കുഞ്ഞു വചനം, പക്ഷേ നമുക്ക് വലിയ മാർഗമായിട്ട് മുമ്പിൽ നിൽക്കുകയാണ് ഈ വചനം. 26-ാം അധ്യായം 75-ാം തിരുവചനം കിട്ടിയോ? വായിച്ചോ. കോഴി കൂകുന്നതിനു മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് ഹൃദയം നൊന്തു കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം പത്രോസ് ലീഹ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നമുക്കൊക്കെ കുറവുകളുണ്ട്.
ഈ കുറവുകളെ ഓർത്ത് ഹൃദയം നൊന്ത് കരയണം. അതല്ലേ കുമ്പസാരത്തിൽ സംഭവിക്കേണ്ടത്? ഹൃദയം നൊന്ത്, കർത്താവേ ഇതെനിക്ക് പറ്റിപ്പോയി, കർത്താവേ എന്നോട് പൊറുക്കണം, ഇത് പറഞ്ഞ് ഹൃദയം നൊന്ത് കരയാനുള്ള വലിയൊരു തീരുമാനം. മത്തായി സുവിശേഷകൻ മാത്രമല്ല, മർക്കോസ് സുവിശേഷം 14:72, ലൂക്കാസ് സുവിശേഷം 22 അധ്യായം 62 തിരുവചനത്തിലും പത്രോസിന്റെ ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തും. ജീവിതത്തിൽ അങ്ങേയറ്റം ഹൃദയം നൊന്ത് കരഞ്ഞ ഒരു മനുഷ്യൻ. ലൂക്കാസ് സുവിശേഷം എന്നെടുത്ത് 7 അധ്യായം ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഈശോ കാണുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 7 7 അധ്യായം അതിൻ്റെ 11 മുതൽ 17 വരെയുള്ള വചനഭാഗം. നായീമിലെ വിധവ തൻ്റെ ഏകമകൻ മരിച്ചുപോയി. ഈ മരിച്ചുപോയ മകൻ്റെ ശവസംസ്കാര ശുശ്രൂഷ സമയം ആ അമ്മ ശവസംസ്കാരവുമായിട്ട് ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജനത്തിൻ്റെ കൂടെ ഈ അമ്മ കടന്നു വരുമ്പോൾ ഒരു വചനം ഒന്ന് വായിച്ചേ. ഈശോ പറയുന്ന ഒരു കൊച്ചു വചനം, ഇവിടെ ഇരിക്കുന്ന നമ്മളോട് പറയുന്ന വചനമാണ്. 7 അധ്യായം 13 തിരുവചനം വായിച്ചോ. 7:13. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. ഹല്ലേലൂയാ. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലെ ചില വിലാപയാത്രകളുടെ മുമ്പിൽ നമ്മളും ഇങ്ങനെയാണ്. ഏകമകൻ നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയുടെ കണ്ണുനീര് കണ്ട് ഈശോ ചെന്നിട്ട് പറഞ്ഞ കാര്യം, കരയണ്ട. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, കരയേണ്ട. ഈശോ പറയുകയാണ്, കരയേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. കരയേണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഈശോ പോയോ? ഇല്ല. കരയേണ്ടെന്ന് പറയുക മാത്രമല്ല, മറിച്ച് ആ കരച്ചിലിന് ഉത്തരം കിട്ടേണ്ട കാര്യം ഈശോ മുമ്പിൽ പ്രവർത്തിച്ചു കാണിച്ചു. എന്ന് പറഞ്ഞാൽ വെറുതെ നാട്ടുകാരും കൂട്ടുകാരും നമ്മുടെ അടുക്കെ വന്ന് ഡോണ്ട് വറി ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പോലെയല്ല. ഈശോ കരയണ്ടെന്ന് പറയുക മാത്രമല്ല, ആ കരച്ചിൽ മാറ്റുന്നതിനുള്ള വഴിയും കൂടെ മുമ്പിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞേ ഉച്ചത്തിൽ, ആമേൻ, ആമേൻ, ആമേൻ. മർക്കോസ് വിശേഷം 5 അധ്യായം 19 മുതൽ വചനം വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ജായിറോസിന്റെ മകളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു അത്ഭുതകരമായ കാര്യമാണ്. അതിന്റെ വചനഭാഗം 41 തിരുവചനം ഒന്ന് വായിച്ചാലോ. 41 മർക്കോസ് വിശേഷം അതിന്റെ 5 അധ്യായം, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 41. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലികേ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. തലിത്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ബാലികെ എഴുന്നേൽക്കൂ. ഈശോ ഈ വചനഭാഗം പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം ജനത്തെ ഓർമ്മപ്പെടുത്തും. 39 തിരുവചനം വായിച്ച് 39 ചാപ്റ്റർ 5 വേഴ്സ് 39. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? യെസ് കണ്ടോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ആ ജനം ചെയ്ത പ്രവൃത്തി എന്താ? അവരിങ്ങനെ ബഹളം ഉണ്ടാക്കി. ഒരു പ്രതിസന്ധി വരുമ്പോൾ നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന എന്തിന്? നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ പ്രതിസന്ധി തീരുമോ? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ഒരു പ്രശ്നം വരുമ്പോൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. പറഞ്ഞു കൊടുത്ത്. നമുക്കറിയാവുന്ന ഏക പണി ഏതാ? ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാ. ഒരു ഗുണവും ഇല്ല. ഈശോ ചോദിക്കുക, നീ എന്തിനിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കണത്? ഇതെന്തിനാന്നേ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകുമോ? ജനം നിന്ന് ഭയങ്കര ബഹളം. ഈശോ പറഞ്ഞു, ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കരയേണ്ടവന്റെ മുമ്പിൽ കരയണം. അതുകൊണ്ടാണ് ഈശോ ആ കുടുംബത്തിന്റെ കണ്ണുനീര് കണ്ട് ജനക്കൂട്ടത്തോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, കരയേണ്ടവന്റെ മുമ്പിൽ കരയാൻ പഠിക്കണം. എന്നിട്ടാണ് ഈശോ കടന്നു ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ്, തലിത്താക്കും ബാലിക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ, നിന്റെ കരച്ചില് കാണുന്ന കരച്ചില്, നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. വലതുകരം ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
വിശുദ്ധ ഗ്രന്ഥം ഇന്ന് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നൊരു പാഠം എന്താണ്? നിന്റെ കരച്ചിലിന് ഉത്തരമുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. രോഗപീഠയുടെ നടുവിൽ കർത്താവെ, അപ്രതീക്ഷിതമായ പ്രതിസന്ധിയുടെ മുമ്പിൽ വല്ലാണ്ട് ഞാൻ വിഷമിക്കുന്നു. കർത്താവെ സമർപ്പിക്കുന്നു. പൂർവ്വ യൗസേപ്പ് പ്രാർത്ഥിച്ചതുപോലെ സഹനങ്ങളുടെ തീച്ചൂളയ്ക്കുള്ളിൽ കടന്നുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നത്? കർത്താവെ, കരച്ചിലിന് ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങനിൽ ഇടപെടണം. കർത്താവെ, അങ്ങനിൽ ഇടപെടണം. സ്വർഗം തുറക്കണം. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹിക്കണം. ദൈവസന്നിധിയിൽ കരയുന്നത് അപമാനമല്ല, നാണക്കേടല്ല, മറിച്ച് അത്ഭുതങ്ങൾ ഉളവാക്കപ്പെടുന്ന സമയമാണ്. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, ഈ അൾത്താരയുടെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു ചില സന്ദർഭങ്ങൾ. മക്കളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കൾ ഈ അൾത്താരയുടെ മുമ്പിലുണ്ടെന്ന്. ജോലി ഭാരം നിമിത്തം വല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രിയരെ, തമ്പുരാൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ആശ്വാസമുള്ളത്? കർത്താവെ, ഞാൻ എവിടെ പോകും? ദൈവമേ, അങ്ങയുടെ പക്കൽ അതിൻ്റെ കൃപയുണ്ടല്ലോ. ദൈവമേ, ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനിൽ ഇടപെടണം, അങ്ങനിൽ ഇടപെടണം. സങ്കീർത്തനം 56:8, എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർക്കണം അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. എൻ്റെ സഹോദര സഹോദരി, രാത്രികാലങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്, ആരും കാണാതെ മാറിയിരുന്ന് വിലപിക്കുന്നത് ദൈവം കാണുന്നു. ഈ ഭൂമിയിൽ ആർക്കും നിന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ വേണം. ഈ ഭൂമിയിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് നീ കരുതുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനിൽ ഇടപെടണം. മഗ്ദലേന മറിയം ശൂന്യമായ കല്ലറയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു. സ്ത്രീയെ, എന്തിനാ കരയണേ? നീ വിഷമിക്കണ്ട, ഞാൻ കൂടെ ഇല്ലേ. ശൂന്യമായ പല അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മളും കരയുന്നു. കർത്താവേ, 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 എൻ്റെ കരച്ചിൽ ഉത്തരം നൽകുന്നവരെ അങ്ങ് ഇടപെടണമേ. എൻ്റെ പ്രിയരെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, അങ്ങനിൽ ഇടപെടണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ നെടുവീർപ്പുകൾ ഒരു കണ്ണുനീരായി ആൾത്താരുടെ മുമ്പിൽ വീഴട്ടെ. തമ്പുരാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീണാൽ അത് അനുഗ്രഹത്തിന്റെ കണ്ണുനീരാ. കർത്താവേ, കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ സകല ഭാരവും ഞാൻ സമർപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയം തകർന്നൂരുമാ യേശുവേ, യേശുവേ, നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമെൻ തോളിൽ പവിച്ചു ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴു. ഹൃദയം നുറുങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തകർന്നൊരു യേശുവേ, യേശുവേ, നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമെൻ തോളിൽ പാതിച്ചു ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞു. രണ്ടു കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ മനസ്സിലൂടെ ചില വ്യക്തികളുടെ മുഖങ്ങൾ കടന്നുപോകും. കർത്താവേ, ഇത്രമേയെ ഞാൻ സ്നേഹിച്ചിട്ട്, ഇത്രമേയെ ഞാൻ സഹായിച്ചിട്ട് ഇവരെന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറിയത്. എന്താ ഇവരെന്നെ അവഗണിക്കുന്നേ? കഴിവില്ലെന്നും ഗുണമില്ലെന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെക്കുറിച്ചില്ലാ കഥകൾ കേൾക്കേണ്ടി വന്നില്ലേ? ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ നിസ്സഹായതയുടെ നടുവിൽ അങ്ങയുടെ മുമ്പിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹചരി ഞാനിന്നും സ്നേഹിച്ചു
യേശുവേ അവരുയരാൻ നന്നായ പിച്ചു. എന്റെ കർത്താവേ പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു. യേശുവേ സമയം ഞാനേറെ പങ്കിട്ടു. എന്നെ നേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കറിവേപ്പിലയാ. യേശുവേ ദൈവത്തിൻ സ്നേഹം രണ്ടു കരങ്ങളും പരിശുദ്ധ അൽത്താരയുടെ നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ഈശോയെ യേശുവേ എന്റെ കർത്താവേ പതിച്ചു ദുഃഖം മറഞ്ഞു രണ്ടു കരങ്ങളും അൽത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ഹൃദയം നുറുങ്ങി യേശുവേ എന്ന് വിളിക്കുമ്പോ യേശുവിന്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടും. യേശുവിന്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടും. കരച്ചിലൊരു പ്രാർത്ഥനയാണ്, സ്വർഗം തുറക്കുന്നൊരു പ്രാർത്ഥനയാണ്. എന്റെ ഈശോയേ, എന്റെ യേശുവേ, ഈശോ, യേശുവേ, നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. യേശുവേ, ഈശോ, ആരാധന കർത്താവേ, ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ അൽത്താരിൽ നിന്ന് അത്ഭുത ശക്തി നിന്റെ മേലൊഴുകുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ വിഷമിച്ച് കരയുന്നതേ വ്യക്തിയോട് കർത്താവ് പറയുന്നു, വിഷമിക്കണ്ട, വിഷമിക്കണ്ട. സ്വർഗത്തിൽ നിന്റെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്, നിനക്കുത്തരമുണ്ട്, വിഷമിക്കണ്ട. മകനെ ഓർത്ത് കരയുന്ന അപ്പാ, എത്ര നാളായി കരയുന്നു. ഉത്തരമില്ലെന്ന് അപ്പന് സങ്കടമുണ്ടോ? ഉത്തരമില്ലെന്ന് ചിലപ്പോ തോന്നും, പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പാ, ഇതൊരു വാഗ്ദാനമാണ്, നിന്നിൽ സംഭവിക്കും, നിന്നിലത് സംഭവിക്കും. നിന്റെ കൺവെട്ടത്ത് തന്നെ നീ അത് കാണും. മഗ്ദലേന മറിയത്തെ ഉയർത്തിയതുപോലെ ഒരു സാക്ഷ്യമായ, ഒരു പ്രവാചക ദൗത്യമായി ദൈവം നിന്നെയും ഉയർത്തും. നീ അത് വിഷമിക്കണ്ട. വല്ലാണ്ട് വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന ജെറി എന്ന മകനോട് കർത്താവ് പറയുന്നു, നിന്റെ കണ്ണുനീര് കർത്താവ് കണ്ടിട്ടുണ്ട്, നിന്റെ കണ്ണുനീര് കർത്താവ് കണ്ടിട്ടുണ്ട്. ദൈവം നിന്നിൽ ഇടപെടും. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവ് ഇടപെടുകയാണ്. നീ വിഷമിക്കണ്ടെന്ന് സിനിയോട് കർത്താവ് പറയുന്നു, നീ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട. നിന്റെ ഇന്നത്തെ ഈ സഹനം, ആ സഹോദരി ഒരു ശാരീരിക രോഗപീഠയിലൂടെ കടന്നു പോകുന്നു, അത് കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെക്ക്. സഹോദരി, കർത്താവ് നിന്നിൽ ഇടപെടുന്നു, കർത്താവ് നിന്നിൽ ഇടപെടുന്നു. നീ വിഷമിക്കണ്ട. അപ്രതീക്ഷിതമായ ചില രോഗപീഠകൾ വന്നതിന് ശേഷം വല്ലാണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, വിഷമിക്കണ്ട. നായിമിലെ വിധവയുടെ ഏകമകൻ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ഈശോ മുമ്പോട്ട് വന്നിട്ട് ശവമഞ്ചത്തിൽ തൊട്ടു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ കരയണ്ട, കരയണ്ട, നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. വിചാരിച്ചതുപോലെ പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റിയില്ല മകളെ, നിന്റെ കരച്ചില് കർത്താവ് കണ്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി കർത്താവ് പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്ന്. നീ കരയണ്ട, നിന്റെ കരച്ചിലിന് ഉത്തരമുണ്ട്, നിന്റെ കരച്ചിലിന് ഉത്തരമുണ്ട്. വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. ഈ ശരീരത്തില് വെള്ളപ്പാണ്ട് രോഗം, വല്ലാണ്ട് വിഷമിച്ചുകൊണ്ടൊരു സ്ത്രീ കരഞ്ഞുകൊണ്ട് അതേ പ്രാർത്ഥിക്കുന്നത്. അപമാന ഭാരം, നാട്ടുകാരുടെ മുമ്പിൽ നിവർന്നടക്കാൻ പറ്റാത്തവണ്ണം ശരീരത്തിലെ ഈ പാട് രോഗം. കർത്താവേ, ഞാൻ എന്നതാ ചെയ്യേണ്ടത്? കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടുന്നു. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കും, അത് നിന്നിൽ സംഭവിക്കും, അത് നിന്നിൽ സംഭവിക്കും. നീ ഭാരപ്പെടണ്ട. ഉദരത്തിലെ കുഞ്ഞിനെ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നു, ആ കുഞ്ഞ് ആരോഗ്യമുള്ളതല്ല, അതിന് അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന്. ദേ വിഷമിച്ച് കരയുവാണ് ആ അമ്മ. ഉദരത്തിലെ കുഞ്ഞിന് എന്നതാ ചെയ്യേണ്ടത്?
എൻ്റെ സഹോദരി, നിന്നെ കർത്താവ് ഒരു അമ്മയാക്കാൻ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കും. നീ ഭാരപ്പെടണ്ടെന്ന്, നീ ഭാരപ്പെടണ്ട. ആ കുഞ്ഞൊരു അനുഗ്രഹമായിട്ട് കർത്താവ് ഒരുക്കും. കർത്താവ് നൽകുന്നൊരു വാഗ്ദാനമാണ്. നീ അത് വിശ്വസിക്കുക, നീ അത് വിശ്വസിച്ചത് ഏറ്റെടുക്കുക. കർത്താവ് നൽകുന്നൊരു സമ്മാനമാണ്, അത് ഏറ്റെടുക്കണം. ഒരു ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട് വിഷമിച്ചുകൊണ്ടൊരു സഹോദരൻ അവിടെ നിൽക്കുന്നു. കർത്താവ് പറയുന്നു, സഹോദരാ നീ വിഷമിക്കേണ്ടെന്ന്. ഇത്രയും നാൾ ആരാ നിന്നെ നടത്തിയത്? കർത്താവല്ലേ. ആ കർത്താവ് നിന്നെ ഇനിയും നടത്തും. നീ വിശ്വസിച്ചോ? എൻ്റെ കർത്താവേ, എന്നിലത് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിൽ എൻ്റെ കർത്താവിനിൽ ഇടപെടുന്നു. വിശ്വസിച്ചത് ഏറ്റെടുക്കണം. യെസ്, ഹന്നായിൽ ഇടപെട്ടതുപോലെ, ഹെസഹിയായിൽ ഇടപെട്ടതുപോലെ, ദാനിയേലിന്റെ കണ്ണുനീർ പ്രാർത്ഥനയിൽ ഇടപെട്ടതുപോലെ കർത്താവേ എന്നിലും ഇടപെടുന്നു. കർത്താവ്, ഞാനത് ഏറ്റെടുക്കുന്നു. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, രാത്രിയോറും ഞാൻ കരഞ്ഞ് കരഞ്ഞ് വിഷമിച്ചു, എന്നാൽ എൻ്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവം എനിക്കുണ്ട്. കർത്താവേ, ഞാനത് ഏറ്റെടുക്കുന്നു. എന്നിലത് സംഭവിക്കട്ടെ. ഇനി ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ കരയില്ല, വീട്ടുകാരുടെയും കൂട്ടുകാരുടെ മുമ്പിൽ കരയില്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ മുമ്പിലേ ഞാൻ കരയുകയുള്ളൂ. എൻ്റെ കണ്ണുനീര് കർത്താവ് കണ്ടു, എൻ്റെ കണ്ണുനീര്, എൻ്റെ നിലവിളി ദൈവം കേട്ടു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം ഉത്തരം നൽകുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ഈ പറഞ്ഞത് നീ വിശ്വസിക്കുക, അത് ഏറ്റെടുക്കുക. ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. സങ്കീർത്തനം 56:8, എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർക്കണം അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ദൈവമേ, അതങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. വിശ്വസിക്കൂ, അത് നിന്നിൽ ഈ ദിവസങ്ങളിൽ തന്നെ സംഭവിക്കും. വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ പറഞ്ഞ് ആമേൻ, 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 ആമേൻ.